ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഗ്ലോയിങ് സ്കിന്നിന് വേണ്ടിയും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്മൂത്തി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. നമ്മൾ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ബ്ലെൻഡറിലേക്ക് 3 ബദാം വെള്ളത്തിൽ പുതിർത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 കാഷ്യൂ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ പുതിർത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നമ്മളെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ബീട്രൂട്ട്, ഒരു 1/4 ഭാഗം ബീട്രൂട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം മാതളമോ പപ്പായയോ ഉപയോഗിക്കാവുന്നതാണ്. സ്മൂത്തിക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ഒരു ഏലക്കായ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഷുഗർ ഒന്നും ഞാൻ ആഡ് ആക്കുന്നില്ല, പകരം മധുരത്തിന് വേണ്ടി ഒരു ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഇനി ബ്ലെൻഡ് ചെയ്യാൻ ആവശ്യമുള്ളത്ര പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലിന് പകരം ആൽമണ്ട് മിൽക്കോ അല്ലെ പാല് പറ്റാത്തവർക്ക് വെറും വെള്ളത്തിൽ അടിച്ചെടുത്താലും മതിയാവും. ഒരല്പം തേന് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തിയാണ്. നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് ചായക്ക് പകരമോ കുടിക്കാവുന്നതാണ്. ബെല്ലി ഫാറ്റ് നല്ല പോലെ കുറയ്ക്കാനും കൂടെ തന്നെ ബീട്രൂട്ടിലുള്ള ആന്റി ഓക്സിഡൻസ് നമ്മളെ സ്കിൻ സെൽസിനെ സ്ട്രെസ്സിൽ നിന്നും റെഡ്യൂസ് ചെയ്യാനും ഒരു യൂത്ത്ഫുൾ സ്കിന്ന് തരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ചിയ സീഡ്സ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ആഡ് ആക്കി കൊടുക്കാവുന്നതുമാണ്. എൻ്റെ ചിയ സീഡ്സ് ഉണ്ടായിരുന്നില്ല, അതാണ് ഞാൻ ആഡ് ആക്കാഞ്ഞത്. വെയിറ്റ് ലോസിന് വേണ്ടി നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ചിയ സീഡ്സ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഗ്ലോയിങ് സ്കിന്നിനും വെയിറ്റ് ലോസിനും ഫാറ്റ് കുറയ്ക്കാനും കുടിക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തിയാണ് ഇത്. വെയിറ്റ് ഗെയിനിനും വെയിറ്റ് ലോസിനും പറ്റിയ സാലഡ്സും ഡ്രിങ്ക്സ് ഒരുപാട് ഞാൻ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത ഒരു കിടിലൻ റെസിപ്പി ആയിട്ട് ഞാൻ വരാം. നന്ദി, നമസ്കാരം.